അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഷോ ദാറ്റ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എ ആൻഡ് ബി കോംപ്ലിമെന്റ് ആർ ഇൻഡിപെൻഡന്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ് ആർ ഇൻഡിപെൻഡന്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എയും ബിയും ഓൾറെഡി ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഇൻഡിപെൻഡന്റ് ആണ് ഷോ ചെയ്യുക. അതേപോലെ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഇതിന്റെ ഒരു വെൻ ഡയഗ്രാം നമുക്ക് വരച്ച് നോക്കാം. വെൻ ഡയഗ്രാം നമ്മൾ എങ്ങനെ വരക്കുക? ഫസ്റ്റ് സർക്കിൾ എ, സെക്കൻഡ് സർക്കിൾ ബി, അപ്പൊ നമ്മള് ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? എയിലും ബിയിലും കൂടി കോമൺ ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയും. ഓക്കെ, ദെൻ ഈ പോർഷൻ ഒന്ന് നോക്കിയേ. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളതാണ് ബട്ട് നോട്ട് ബി, ബിയിലില്ലാത്ത പോർഷനാണ്. അപ്പൊ നമുക്ക് അതിന് എങ്ങനെ എഴുതാൻ പറ്റും? എയിലുണ്ട്, അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിലില്ല. ബിയിലില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ നോട്ട് ചെയ്യുക? ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇപ്പൊ എ ഇന്റർസെക്ഷൻ ബിയും നമ്മൾ കണ്ടു, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും കണ്ടു. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ആണ്, ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. അങ്ങനെ പി ഓഫ് എനെ എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എ ഇന്റർസെക്ഷൻ ബിന്റെയും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെയും കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ആൻഡ് ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇതിന്റെ കണ്ടീഷൻ എന്താ? ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, നമുക്കറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. അപ്പൊ സെയിം നമുക്ക് ഈ ക്വസ്റ്റ്യനിലും നമ്മൾ അപ്ലൈ ചെയ്യാണ്. അതായത് നമ്മളോട് എന്താണ് ചോദിച്ചത്? എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താവണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്തെടുക്കാം. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ എന്ത് എഴുതി? പി ഓഫ് എ ഈക്വൽ ടു എന്ത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇതിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ ഈക്വൽ ടു സെഡിന്റെ വൺ സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്ത്? പി ഓഫ് ഇത് ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്ത് പോകും. പി ഓഫ് എ മൈനസ്
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, പി ഓഫ് എ മൈനസ്, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിന്ന് എന്ത് എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ട് ടേമിലും പി ഓഫ് എ കോമൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? പി ഓഫ് എനെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈക്വൽ ടു എന്ത് ചെയ്തും? പി ഓഫ് എ ഇൻറ്റു എന്താണ്? പി ഓഫ് എ, ഈ ഇവിടുന്ന് പി ഓഫ് എ പോയാൽ എന്തേ ഉണ്ടാവുള്ളൂ? പി ഓഫ് എ മാത്രമല്ല, അപ്പോൾ 1 ഇൻറ്റു പി ഓഫ് എ നമ്മൾ പി ഓഫ് എ എന്ന് എഴുതുന്നത്. അപ്പോൾ അവിടുന്ന് പി ഓഫ് എ പോയിട്ടുണ്ടെങ്കിൽ അവിടെ 1 ബാക്കി. 1 മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പി ഓഫ് എ പോയാൽ പി ഓഫ് ബി ബാക്കി. നമുക്കറിയാം 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി ഓഫ് ബി എന്തിന്റെ ഇക്വേഷൻ ആണ്? പി ഓഫ് ബി കോംപ്ലിമെന്റിന്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ 1 മൈനസ് പി ഓഫ് ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. നമ്മൾ എന്താ ഇപ്പൊ പ്രൂവ് ചെയ്തത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താണെന്ന് എഴുതി നമുക്ക് കിട്ടി. പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ് എഴുതി കിട്ടിയല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? എയും ബി കോംപ്ലിമെന്റും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമ്മൾ എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ് എന്നാണ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണല്ലോ ഉള്ളത്. നമ്മൾ പണ്ട് +1 സെറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ എന്താ പറയണേ? ഡിമോർഗൻസ് ലോയിൽ പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. അതേപോലെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ നമ്മളടുത്തുള്ള സംഭവം എന്താണ്? ഈ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഈ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് ഡിമോർഗൻസ് ലോ പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിന് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. എ യൂണിയൻ ബി എന്താണ്? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബിന് എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? 1 മൈനസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് ഇൻഡിപെൻഡന്റ് ആണ്. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എന്ത് എഴുതാം? എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. then ഓപ്പൺ ചെയ്യാം. 1 മൈനസ് പി ഓഫ് എ മൈനസ് ഇൻറ്റു ഇവിടുത്തെ പ്ലസ് മൈനസ് 1 മൈനസ് പി ഓഫ് എ പ്ലസ് ഇവിടെ രണ്ട് ടേമിലും എന്തുണ്ട്? പി ഓഫ് ബി കോമൺ ആണ്. സോ നമുക്ക് എന്ത്? പി ഓഫ് ബിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ നമുക്ക് എന്ത് വരിക? മൈനസ് ആവും വരിക.
1 minus P of A minus P of B into 1 minus P of A. അതായത് P of A complement intersection B complement equal to P of A complement intersection B complement equal to എന്ത് കിട്ടിയ നോക്ക് 1 minus P of A minus P of B into 1 minus P of A. എന്ത് എഴുതാൻ പറ്റും 1 minus ഇവിടെ 1 minus P of A ഉണ്ട്, ഇവിടെ ഒരു 1 minus P of A ഉണ്ട്. അപ്പൊ നമുക്ക് 1 minus P of A എന്ത് എഴുതാം? 1 minus P of A എന്താണ്? P of A complement ആണ് അല്ലേ? മൈനസ് P of B into P of A complement. ഇപ്പൊ രണ്ട് ടേമിൽ എന്ത് കിട്ടി? P of A complement എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കിട്ടി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? P of A complementനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. Equal to, അപ്പോൾ P of A complementനെ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് ഇവിടെ P of A പോയാൽ ബാക്കി 1 മൈനസ് P of B. 1 മൈനസ് P of B എന്താണ്? 1 മൈനസ് P of B പറയുന്നത് P of B കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P of A complement into P of B complement. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? P of A intersection B A complement intersection B complement എന്ന് പറയുന്നത് P of A complement into P of B complement. സോ ഇത് എന്താണ്? A complement and B complement also independent. ഓക്കെ, വർക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണ്. എ ആൻഡ് ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആണെന്നും എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ വെൻ ഡയഗ്രം വരച്ചു. എ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും കണ്ടു. അതിൽ നിന്ന് പി ഓഫ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതി? P of A intersection B complement plus P of A intersection B എന്ന് എഴുതി. അതിൽ നിന്ന് നമ്മൾ എന്ത് നമ്മളെ ക്വസ്റ്റ്യൻ P of A intersection B complement കണ്ടു. P of A intersection B complement equal to P of A minus P of A intersection B. P of Aയും Bയും ഓൾറെഡി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് P of A intersection B നമ്മൾ എന്ത് എഴുതും? P of A into P of A into P of B. P of A ടേമിലും P of A കോമണായി വന്നുകൊണ്ട് P of A നമ്മൾ പുറത്തേക്ക് എടുത്തു.
P of A intersection A complement intersection B complement എന്താണ് P of A complement into P of B complement ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്രോബ്ലം ബൈ എ ആൻഡ് ബി ആർ 1/2 and 1/3. Find the probability of the problem is solved, and next one is exactly one of them solve the problem. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എയും ബിയും കൂടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2 ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം സോൾവ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആരെങ്കിലും ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്തു എന്നുള്ളത്, അതിനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം ഈസ് സോൾവ്ഡ് പറഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ടാളും കൂടിയേക്കും അല്ല സോൾവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് എ യൂണിയൻ ബി ആണ് നമ്മൾ കാണാം. അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് P of A intersection B. അപ്പൊ എന്ത് കിട്ടും? P of A നമുക്കറിയാം, P of Aയും P of Bയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? P of A intersection P of B ന് P of A into P of B എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ P of A എത്രയാ? 1/2 പ്ലസ് P of B 1/3 മൈനസ് P of A into P of B, അതായത് 1/2 into 1/3. 1/2 പ്ലസ് 1/3 എന്താ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1/6. 3 പ്ലസ് 2 എത്രയാ? 2 പ്ലസ് 2 5/6 മൈനസ് 1/6. ഇത് 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 6 എത്രയാ? 4/6. 4/6 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4/6 നമ്മൾ എന്ത് എഴുതാം? 2/3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പ്രോബ്ലം സോൾവ്ഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 2/3 ആണ് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 ഒരാള് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പൊ എന്താണ്? ഒരാള് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ എ ആണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബി ആണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. അപ്പൊ അറ്റ് എ ടൈം ഒരാളാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അത് പറയുമ്പോ അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് എ ചെയ്യുകയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അതായത് എ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ബി ചെയ്യുന്നില്ല, പ്ലസ് അല്ലെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി, അതായത് എ ചെയ്യുന്നില്ലെങ്കിൽ ബി. അറ്റ് എ ടൈം ഒരാളാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്തു, പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് എന്ത് ചെയ്തു നമ്മൾ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി അല്ലേ. അപ്പോൾ പി ഓഫ് ബി കോംപ്ലിമെന്റ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്താ, 1 മൈനസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പി ഓഫ് എ എന്താണ്, 1/2 ആണ്. പി ഓഫ് ബി എത്രയാണ്, പി ഓഫ് ബി 1/3 ആണ്. അപ്പോൾ പി ഓഫ് ബി കോംപ്ലിമെന്റ് 1 മൈനസ് 1/3 പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് വരുമ്പോൾ 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് എന്താ, 1/2 ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് ബി എത്രയാ, 1/3. അപ്പോൾ 1/2 ഇൻറ്റു 1 മൈനസ് 1/3 എത്രയാ, 3 മൈനസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 മൈനസ് 1/3 അതായത് 2/3 ഇൻറ്റു 2/3 പ്ലസ് 1 മൈനസ് 1/2 എന്താ, 1 ഹാഫ് പോയാൽ ഹാഫ്, 1/2 ഇൻറ്റു 1/3. അപ്പൊ എന്താ കിട്ടും, 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 2/3 പ്ലസ് 1/2 ഇൻറ്റു 1/3. 2 ക്യാൻസൽ ആയി. ഇവിടെ എന്താ, 1/3 പ്ലസ് 1/2 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 1/6 അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 6 പ്ലസ് 3/18 അതായത് 6 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 6. 6 പ്ലസ് 3 9 ഡിവൈഡ് ബൈ 18. 9/18 എത്രയാണ്, 1/2. ആൻസർ കിട്ടിയല്ലേ. ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഏകദേശം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എ കോമ ബി ആൻഡ് സി സോൾവിംഗ് ദ പ്രോബ്ലം ആർ 1/2, 1/3 and 1/4 respectively. Find the probability that the problem is solved. Exactly one of them solve the problem. Exactly two of them solve the problem. None of them solve the problem. ഇതിൽ നോക്കിയ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യനും നമ്മൾ മേലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. വാല്യൂസ് മാറ്റിയുണ്ടെന്നുള്ളൂ. 3 ഇവന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ, എയും ബിയും സിയും. അപ്പൊ ഞങ്ങൾക്ക് തേർഡ് ആൻഡ് ഫോർത്ത് പ്രോബ്ലം ഇവിടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. മറ്റേത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മേലെ നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലത്തിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഫസ്റ്റും സെക്കൻഡും ചെയ്തതാണിത്. ഓക്കെ, നമുക്ക് തേർഡും ഫോർത്തും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. Exactly two of them solve the problem. Exactly two of them എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം 2 ആളാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻ 3 നമുക്ക് എന്ത് എഴുതാൻ പറ്റും,
തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാക്ട്ലി ട്രൂ ഓഫ് ടു സോൾവ് ദ പ്രോബ്ലം എന്നാണ്. അതായത് അറ്റ് എ ടൈം രണ്ടാള് എയും ബിയും ചെയ്യുന്നുണ്ടെങ്കിൽ സി ഇല്ല, എയും സിയും ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഇല്ല, ബിയും സിയും ചെയ്യുന്നുണ്ടെങ്കിൽ എ ഇല്ല, അങ്ങനെ. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുക, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് A intersection A complement intersection B intersection C plus P of A intersection B complement intersection C. Okay. അപ്പോൾ എന്താ, ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡയറക്ട്ലി ഇന്റർസെക്ഷന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് സി plus P of A complement into P of B into P of C. ഇവിടെ ഇത് തേർഡിൻ്റെ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിൽ പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് സിയും ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും സി കോംപ്ലിമെന്റും കാണണം. അപ്പൊ പി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, പി ഓഫ് എ എന്ന് പറയുന്നത് 1/2 ആണ്. സോ പി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും, 1 മൈനസ് 1/2 ഈക്വൽ ടു 3, 1/2. പി ഓഫ് ബി എന്ന് പറയുന്നത് എത്ര തന്നത്, 1/3 ആണ്. സോ പി ഓഫ് ബി കോംപ്ലിമെന്റ് എത്രയാണ്, 1 മൈനസ് 1/3 എത്രയാണ്, 3 മൈനസ് 1 ഡിവൈഡ് ബൈ 3 ആണ് 2/3. ദെൻ പി ഓഫ് സി എന്ന് പറയുന്നത് എത്രയാ, 1/4 ആണ്. അതുകൊണ്ട് സോ പി ഓഫ് സി കോംപ്ലിമെന്റ് എത്രയാണ്, 1 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ 3/4. ഓക്കെ, ഇപ്പോൾ വാല്യൂസ് നമ്മൾ കിട്ടി. പി ഓഫ് എ കോംപ്ലിമെന്റ് 1/2 ആണ്, പി ഓഫ് ബി കോംപ്ലിമെന്റ് 2/3 ആണ്, പി ഓഫ് സി കോംപ്ലിമെന്റ് 3/4 ആണ്. ഇനി നമുക്ക് മേലെ നമ്മൾ എഴുതി ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുക ഓരോ ഇക്വേഷനും. സോ നമുക്ക് എന്ത് കിട്ടും, P of A intersection B complement B intersection C complement പറയുമ്പോൾ P of A into P of A into P of B into P of C complement plus P of A into P of B complement into P of C plus P of A complement into P of B into P of C. ഇനി ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുക. P of A എന്ന് പറയുമ്പോൾ 1/2, P of B എന്ന് പറയുമ്പോൾ 1/3, P of C കോംപ്ലിമെന്റ് എത്രയാണ്, 3/4 പ്ലസ് P of A 1/2, P of B എന്ന് പറയുന്നത് എത്രയാ, 2/3, P of B കോംപ്ലിമെന്റ് 2/3, P of C എന്ന് പറയുമ്പോൾ 1/4 പ്ലസ് P of A കോംപ്ലിമെന്റ് 1/2, P of B എന്ന് പറയുന്നത് 1/3, P of C എന്ന് പറയുമ്പോൾ 1/4. ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് പോകും.
ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു 1/4 എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് 1/8 ഇൻറ്റു 1/8, ഇതിൽ 1/8 ബാക്കിയുള്ളൂ, പ്ലസ് ഇവിടെ എന്താണ് 2 ക്യാൻസലായി 1/3 1/3 ഇൻറ്റു 1/4 ആകുമ്പോൾ 1/12 പ്ലസ് ഇവിടെ എന്തൊക്കെയാ ബാക്കിയുള്ളത്? 2 ഇൻറ്റു 3 എത്രയാ? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 4 24, അപ്പോൾ 1/24. ഓക്കെ, എന്താണ് എന്ത് ചെയ്യാൻ പറ്റും? 1/8 പ്ലസ് 1/12 1/24. അപ്പോൾ അതിന് നമുക്ക് 1/6 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1/6 ഇൻറ്റു 1/12 1/6 പോയാൽ 1/2 പ്ലസ് 1/4 1/8 പ്ലസ് 1/6 ഇൻറ്റു 4 പ്ലസ് 2 എന്താണ്? 6/8. അപ്പോൾ ഈ 6ഉം ഈ 6ഉം ക്യാൻസലായി. സോ എന്ത്? 1/8 പ്ലസ് 1/8. സോ 2 ഇൻറ്റു 1/8 എന്താണ്? 2 8ഉം ക്യാൻസൽ ആയാൽ 1/4. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി 2 ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. അതിനുള്ള പ്രോബിലിറ്റിയാണ് ഇപ്പോൾ നമ്മൾ 1/4 കണ്ടത്. ഈ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം ആണ്. നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല, എല്ലാത്തിൻ്റെയും കോംപ്ലിമെന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരിക. അപ്പോൾ എന്താ വരിക? P of A complement, B complement and C complement. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P of A complement intersection B complement intersection C complement അല്ലേ? അപ്പോൾ നമുക്ക് ഡിമോർഗൻസ് ലോ വെച്ചിട്ട് എന്ത് എഴുതാം? P of A ഇതിന് P of A യൂണിയൻ B യൂണിയൻ C ഓൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ P of A യൂണിയൻ B യൂണിയൻ C കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1 മൈനസ് P of A യൂണിയൻ B യൂണിയൻ C എന്ന് എഴുതാം. ഓക്കെ, എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ എന്താണ്? എന്താ, മൂന്നാളും കൂടി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെന്താ അതിന്? P of A യൂണിയൻ B യൂണിയൻ C ഓൾ കോംപ്ലിമെന്റിന്
ഡി മോർഗൻസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതാം? വൺ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റിന് എഴുതാലോ. സോ വൺ മൈനസ് ഇൻഡിപെൻഡന്റ് ഇവൻസ് ആയതുകൊണ്ട് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് പി കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെന്റ്. 1 minus p of a complement 3 are 1 by 2 into p of b complement 3 are 2 by 3 into p of c complement 3 are 3 by 4. 2 into cancel I, 3 and 3 cancel I, 1 minus 1 by 4 equal to 3 by 4. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? P of A union B എല്ലാവരും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ആരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 minus 3 by 4 ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതും? 1 minus 3 by 4 equal to 1 by 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ഇവന്റ്സ് E1, E2, E3 etc. En is said to be a partition of S if EI intersection EJ equal to 5 where I not equal to J. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര യൂണിയൻ En എന്ന് പറയുന്നത് ഈക്വൽ ടു എസ് ആയിരിക്കണം. പി ഓഫ് EI ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആവാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കണ്ടോ? അതായത് ഒരു സെറ്റ്, നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ്, അതിലുള്ള ഓരോ സബ്സെറ്റുകളായിട്ടാണ് നമ്മൾ ഓരോ ഇവന്റ്സും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ഇവന്റ്സും എന്താണ് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ ഇവന്റ്സുകളും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, അതായത് കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാകും, അത് ഈക്വൽ ടു 5 ആയിരിക്കണം. അതായത് ഓരോ ഇവന്റ്സും ഇൻഡിപെൻഡന്റ് ആവണം, തമ്മിൽ കോമൺ എലമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇവന്റ്സിന്റെയും യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സാമ്പിൾ സ്പേസ് ആവണം. പി ഓഫ് EI ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു ഇവന്റ് എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റിയിൽ പറയുന്നത് ലെറ്റ് E1, En, അതായത് E1, E2, E3 etc. എങ്കിൽ then P of A equals to P of E1 into P of A given E1 plus P of E2 into P of A given E2 plus etc. P of En into P of A given En ആണെന്നാണ് പറയുന്നത്. ഓക്കെ, P of തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്താ പറയുന്നത്? P of A ഈക്വൽ ടു എന്ന് പറയുന്നത് P of
E1 into P of A given E1. അതായത് P of E1 into P of A given E1 എന്ന് പറഞ്ഞാൽ എന്താ? E1 ഓൾറെഡി ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ A ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി. Then P of E2 into P of A given E2 പ്ലസ് എക്സെട്ര പ്ലസ് എത്ര ഇവൻസ് ഉണ്ടോ അത്രയും ഇവൻസിൻ്റെ ഇത്. P of En into P. ഓക്കെ, അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്തു? സിഗ്മ വെച്ചിട്ട് എഴുതുമ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to n P of EI into P of A given EI. അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാൻ നമുക്ക്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കി, A black balls. A ball is drawn at random. Its color is noted. Return more over to a box. Then a ball is taken. What is the probability that second ball is red? പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബോക്സിൽ 5 റെഡും 5 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അതിലൊരു ബോൾ റാൻഡായിട്ട് പിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കളർ നമ്മൾ നോട്ട് ചെയ്തതിന് ശേഷം അത് ബോക്സിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തു. നമ്മൾ എടുത്ത ബോൾ ബോക്സിലേക്ക് റിട്ടേൺ ചെയ്തു. മോർ അതിന് കൂടാതെ 2 അഡീഷണൽ ആയിട്ട് അതിൽ ഇട്ടു. ദെൻ വീണ്ടും നമ്മൾ റാൻഡായിട്ട് ഒരു ബോൾ പിക്ക് ചെയ്തു. ആ ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഇവിടെ എ എന്ന് പറയുന്നത് എ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പൊ എ എന്താണോ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് അതാണ് എ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എ എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ ഈസ് റെഡ് ആണെന്ന് പറഞ്ഞിട്ട് എ എടുക്കുക. E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇവന്റ് എന്താണ്? ഫസ്റ്റ് ബോൾ അത് ഏതാണെന്ന് നോട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ടതാണ്. അപ്പൊ E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ ഈസ് റെഡ്. E2 എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൾ റെഡ് അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ബോൾ എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P of Aന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റിയിൽ എന്താ പറഞ്ഞേ? P of A ഈക്വൽ ടു എന്താ പറഞ്ഞേ? P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇതാണ് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി തിയറത്തിൽ പറയുന്നത്. അപ്പോ P of E1 എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ 10 ബോൾസ് ഉള്ളത്. അപ്പൊ P of E1 എന്തായിരുന്നു? E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ളത്. ടോട്ടൽ 10 ബോൾസ് ആണുള്ളത്. സോ അതില് റെഡ് ബോൾസ് എത്രയാ ഉള്ളത്? 5. അപ്പൊ P of E1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 5 ഇൻറ്റു P of A given E1. A given E1 എന്ന് പറയുമ്പോൾ അതായത് ദെൻ സെക്കൻഡ് ബോൾ റെഡ് ആവും. എ എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ റെഡ് എന്നാണ്. അപ്പൊ സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതില് നമ്മള് ഫസ്റ്റ് ബോൾ എടുത്തു, അത് തിരിച്ച് അതിലേക്ക് ഇട്ടു, 2 അഡീഷണൽ കൂടി അതിലേക്ക് ഇട്ടുണ്ട്. അപ്പൊ എന്താണ്? കൂടി ഇട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര? 7 റെഡ് ബോൾസ് ആയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻറ്റു 7 റെഡ് ബോളില് ടോട്ടൽ എന്താ? 2 അഡീഷണൽ ഇട്ടല്ലോ. അപ്പൊ 10 + 2 വരും. പ്ലസ് 10 + 2 എത്ര? 12. ഓക്കെ, P of E2. P of E2 എന്താ? ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ 5 ബ്ലാക്ക് ബോൾസ് ഉള്ളത്. ടോട്ടൽ എത്രയാണ്? 10 തന്നെയാണ്. അപ്പൊ then 5/12 അഡീഷണൽ ആയിട്ട് 12 ഉള്ളത്.
അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് എ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ ടെൻ ഇൻറ്റു 7/12 നമുക്ക് എന്താ എഴുതാൻ പറ്റും? 5 ഇൻറ്റു 7 എത്രയാ? 5 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 35 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 120 പ്ലസ് 5/10 ഇൻറ്റു 5/12 എത്രയാണ്? 25 ഡിവൈഡ് ബൈ 120. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ന്യൂമറേറ്ററിനെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഈക്വൽ ടു 35 പ്ലസ് 25 ഡിവൈഡഡ് ബൈ 120. 35 പ്ലസ് 25 എത്രയാ? 60 ബൈ 120 എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടും നമുക്ക്? 1/2. ആൻസർ റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. എ ഡൈ ഈസ് മാർക്ക്ഡ് 1, 2, 3 in red color. A die is marked 1, 2, 3 in red color and 4, 5, 6 in green is drawn. Let A be the event, the number is even, and B is the event, the number is red. Are A and B are independent. ഇവിടെ എന്താ പറഞ്ഞ ഒരു ഡൈയില് 1, 2, 3 റെഡ് കളറിലും 4, 5, 6 ഗ്രീൻ കളറിലുമാണ് ഉള്ളത്. അത് ത്രോ ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ പറയുന്നത് ഒരു ഈവൻ ഇവന്റും ബി എന്ന് പറയുന്ന ഇവന്റ് റെഡും ആവാനുള്ള പ്രോബിലിറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് എ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറും ബി എന്ന് പറയുന്നത് ഒരു റെഡും ആണെന്നുണ്ടെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് ഈവൻ നമ്പറാന്ന് പറഞ്ഞു നമ്മോട്. ഈവൻ നമ്പർ ആണെങ്കിൽ ഒരു ഡൈയിലെ ഈവൻ നമ്പേഴ്സ് കിട്ടുക ദെൻ ബി എന്താണ്? ബി എന്ന് പറയുന്നത് റെഡ് ആവാന്നുള്ളതാണ്. അപ്പൊ റെഡ് ഏതൊക്കെയാ ഉള്ളത്? 1, 2, 3 ആണ് റെഡ്. Then
എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താവണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആവണം. നമ്മൾ പി ഓഫ് എ എന്ന് പറയുന്നത് 1/2 എന്ന് കണ്ടു. പി ഓഫ് ബി എന്ന് പറയുന്നതും എന്താണെന്ന് കണ്ടു? 1/2 ആണെന്ന് നമ്മൾ കണ്ടു. അതിപ്പോ ഞാൻ പറഞ്ഞു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആവുന്നത് ആർക്കാണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സിനാണ് അല്ലേ? അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം ഇത് ഇൻഡിപെൻഡന്റ് ആണോ എന്ന്. അപ്പൊ നമുക്ക് ശരിക്കും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ആണല്ലോ. അപ്പൊ പി ഓഫ് എ എത്രയാണ്? 1/2. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എ ഓൾറെഡി ഒക്കർ ചെയ്താല് ബി ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈവൻ നമ്പർ ആണെന്നാണ്. അത് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ 2 മാത്രമേ വരുന്നുള്ളൂ അല്ലെ? അപ്പൊ അതെന്ന് പറയുന്നത് എത്രയാണ്? 1/3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/6 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/6 ആണെന്ന് കിട്ടി. ഇനി ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്താവണം? 1/6 ആവണം. അപ്പൊ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്താണ്? 1/2. രണ്ടും 1/2 ആണ്. അപ്പൊ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1/2 ഈക്വൽ ടു 1/4. പക്ഷെ നമ്മൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ നമുക്ക് എത്ര ഇത് 1/6, അതായത് 1/4 is not 1/6. That means A and B are not independent. അതായത് 1/4 not equal to 1/6. അതായത് A and B are not independent. Okay. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.